കൂടുമ്പോൾ ഇമ്പമുള്ളതിനെയാണ് കുടുംബം എന്ന് പറയാറുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടിയാൽ ഇമ്പം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റും ഏറെയുള്ളത്. തൃശൂർ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ഇന്നത്തെ സമൂഹത്തിലെ 3 വിഭാഗങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ആ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. കുടുംബത്തെ നേരെ ചൊവ്വേ നോക്കാതെ പോകുന്ന അച്ഛന്മാർ, കുടുംബത്തെ മറന്ന് മറ്റു ബന്ധങ്ങളിലേക്ക് വീഴുന്ന അമ്മമാർ, അച്ഛനെയും അമ്മയും അവർ ചെയ്തു തന്ന കടമകളും കർത്തവ്യങ്ങളും ഒക്കെ മറന്ന് അവരെ ഉപേക്ഷിക്കുന്ന മക്കൾ. ഇങ്ങനെ 3 വിഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കൊക്കെ ഏറെ വേദന ഉളവാക്കുന്ന വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കൂടുമ്പോൾ ഇമ്പമുള്ളവയാണ് കുടുംബം എന്ന ആ ഒരു ആശയത്തിന് ഇപ്പോൾ എവിടെയൊക്കെയോ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. കൂടിയാൽ പോലും ഇമ്പമില്ലാത്ത കുടുംബങ്ങളാണ് ചുറ്റും. എന്തായാലും ഈ കുറിപ്പ് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കുറിപ്പാണ്. തൻ്റെ അച്ഛനെക്കുറിച്ചും തൻ്റെ അമ്മയെക്കുറിച്ചുമാണ് വികാരഭരിതമായ ഒരു കുറിപ്പ് ഈ മകൾ കുറിച്ചിരിക്കുന്നത്. അച്ഛൻ അമ്മയെ മറക്കുന്ന, മക്കളെ മറക്കുന്ന കാലഘട്ടത്തിൽ, അമ്മ അച്ഛനെയും മക്കളെയും മറക്കുന്ന കാലഘട്ടത്തിൽ, അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലഘട്ടത്തിൽ, മക്കൾ അച്ഛനെയും അമ്മയും മറക്കുന്ന കാലഘട്ടത്തിൽ ഈ കുറിപ്പിന് ഏറെ പ്രസക്തിയുണ്ട്. കുറിപ്പ് വായിക്കാം. സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അച്ഛൻ, കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത് പഠിപ്പിച്ചത് അമ്മ. ശിഖ സുരേന്ദ്രൻ IASന്റെ ഈ കുറിപ്പിൽ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ നിമിഷത്തിൽ തന്നെ ഇവിടെ വരെ എത്തിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച മാതാപിതാക്കളെ സ്മരിക്കുന്നുണ്ട്. ഇത് വായനക്കാരുടെ ഓരോരുത്തരുടെയും കണ്ണു നിറയ്ക്കും. തൃശ്ശൂരിൻ്റെ അമരക്കാരിയായി ചുമതലയേൽക്കുമ്പോൾ ഡയാലിസിസ് കിടക്കയിൽ നിന്ന് തനിക്ക് ഊർജം നൽകിയ അച്ഛൻ്റെ അഭാവം തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് കളക്ടർ കുറിച്ചു. ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അച്ഛൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കൊതിച്ചു പോകുന്നു. ഡയാലിസിസ് കിടക്കയിൽ കിടക്കുമ്പോഴും അച്ഛൻ നൽകിയ ആത്മവിശ്വാസമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജമെന്ന് കളക്ടർ ഓർക്കുന്നു. സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടറായി ചാർജ് എടുത്തപ്പോൾ ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു. ഡയാലിസിസ് കിടക്കയിൽ നിന്ന് അച്ഛൻ പകർന്നു തന്നത്ര ഊർജവും ആത്മവിശ്വാസവും മറ്റൊരു വ്യക്തിക്കും ഇതുവരെ എനിക്ക് നൽകാനായിട്ടില്ല. കണ്ണുകളീറനണിഞ്ഞാണ് ഈ കുറിപ്പ് എഴുതുന്നത് എങ്കിലും അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ എന്നും എന്നിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് മുന്നോട്ടുള്ള എൻ്റെ ഊർജം. ചാർജ് എടുക്കാൻ കളക്ടറേറ്റിലേക്ക് ഇറങ്ങുന്ന നേരം കാൽ തൊട്ട് തൊഴുതപ്പോൾ അമ്മ വിതുമ്പിയതിന് കാരണം അച്ഛൻ്റെ അഭാവമാണ്. എന്നോടൊപ്പം ജില്ലാ കളക്ടറുടെ കാറിൽ കയറിയപ്പോഴും സങ്കടം കൊണ്ട് അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. അച്ഛൻ രോഗബാധിതനായപ്പോൾ ഏതാണ്ട് 20 വർഷം ഞങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ചത് അമ്മയാണ്. കമ്പനിയിൽ ഏറെ സമയവും നിന്നുകൊണ്ടുള്ള ജോലി ചെയ്ത് ക്ഷീണിതയായി വീട്ടിലെത്തുന്ന അമ്മയ്ക്ക് മകൾക്ക് ഉപദേശങ്ങൾ നൽകാനോ പഠനത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കാനോ അറിയുമായിരുന്നില്ല. സിവിൽ സർവീസ് കോച്ചിങ്ങിന് കുടുംബശ്രീയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് പഠിപ്പിക്കാൻ അയച്ചു. വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി മറ്റൊരു ജോലിയോടൊപ്പം പഠിക്കാം എന്ന് കരുതിയപ്പോൾ പോലും അച്ഛനും അമ്മയും എന്നെ പിന്തിരിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളിൽ നിന്നും ജില്ലാ കളക്ടറുടെ കസേരയിലേക്ക് എന്നെ എത്തിച്ചത് ഞാൻ വായിച്ചു പഠിച്ച പുസ്തകങ്ങളും എഴുതി ശീലിച്ച ഉത്തരങ്ങളും മാത്രമല്ല, മറിച്ച് പഠിച്ചു മടുത്തിരിക്കുമ്പോൾ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുമ്പോൾ, തോൽക്കുമെന്ന് ഭയന്നിരിക്കുമ്പോൾ എല്ലാം തൻ്റെ മകൾ അത് നേടിയെടുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു അച്ഛനും അമ്മയുമാണ്. ഇതാണ് അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വം മനസ്സിലാക്കുന്ന മക്കൾ. ഇങ്ങനെയുള്ള മക്കൾ നമ്മുടെ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുറവാണ് എന്ന് തന്നെ പറയാം. കുറവാണ്, വിരലിലെണ്ണാവുന്നവർ ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും കുറവാണ് ഇത്തരത്തിലുള്ള മക്കൾ. എന്നാൽ ഇങ്ങനെ മക്കൾക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന അച്ഛനും അമ്മയും അവരും കുറവാണ്. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ നല്ല അച്ഛനമ്മമാരുണ്ടാകട്ടെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ ഇൻസ്പയർ ചെയ്ത, കുടുംബത്തിൻ്റെ വില അറിഞ്ഞ് ജീവിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടാകട്ടെ. ആ അച്ഛനെയും അമ്മയെയും ജീവനെ പോലെ സ്നേഹിക്കുന്ന ഇതുപോലെയുള്ള മക്കളുണ്ടാകട്ടെ. ശിഖ സുരേന്ദ്രന് എല്ലാ ആശംസകളും. ന്യൂസ് ഡെസ്ക് കർമാനസ്.